അപകടങ്ങൾ തുടർക്കഥയായിരിക്കുന്ന പെരുമാതുറയിൽ നിന്നും മറ്റൊരു മത്സ്യത്തൊഴിലാളിയെ കൂടി കാണാതായിരിക്കുന്നു. പെരുമാതുറയിൽ ഇന്ന് രാവിലെയാണ് 3 പേരടങ്ങുന്ന മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പുറപ്പെട്ടത്. എഞ്ചിൻ തകരാറിലാവുകയും തുടർന്ന് വള്ളം മറിയുകയുമായിരുന്നു. ആന്റണി എന്ന 65-കാരനെയാണ് കാണാതായിരിക്കുന്നത്. കാണാതായി മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിട്ടും കോസ്റ്റ് ഗാർഡിനും പോലീസിനും ഒന്നും തന്നെ കണ്ടെത്താൻ ആയിട്ടില്ല. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് സ്റ്റാലിൻ എന്ന് പറയുന്ന ചേട്ടനാണ്. ഈ ചേട്ടനടക്കം 3 പേരായിരുന്നല്ലേ ഉണ്ടായിരുന്നത്? ഓക്കെ, ചേട്ടന്റെ ആയിരുന്നോ ബോട്ട്? ഓക്കെ, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇതൊരു പ്രതികൂലമായ ഒരു കാലാവസ്ഥ ആയിരുന്നല്ലോ ഈ സമയത്ത്? ഇല്ല, കുഴപ്പമില്ലായിരുന്നു. കാലാവസ്ഥയും ബാക്കി കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലായിരുന്നു. നല്ലതുപോലെ തന്നെയായിരുന്നു പോയത്. വെള്ളം ഉള്ളിലോട്ട് പോയി. ഉള്ളിലോട്ട് പോയപ്പോഴത്തേക്കും അടിക്കകത്ത് വെച്ച് എഞ്ചിൻ രണ്ടും നിന്നുപോയി. പിന്നെ കുറച്ച് ഒരു 15-20 മിനിറ്റോളം ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ അച്ഛനും കൂടെ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. എന്താണെന്ന് അറിയില്ല, എഞ്ചിൻ സ്റ്റാർട്ടായില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കടൽ ഒരു വലിയൊരു തിര ഉള്ളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും ഇവർ 3 പേരും ചാടി. ഞാൻ മാത്രമേ വെള്ളത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ വെള്ളം തിരയടിച്ച് ഞാൻ കര വരുന്നത് വരെ ഞാൻ വെള്ളത്തിനെ പിടിച്ചുകൊണ്ട് കിടന്നു. അവർ 3 പേരും ഉള്ളിലുണ്ടായിരുന്നു. ഉള്ളിൽ നിന്ന് നീന്തി വരുന്ന സമയത്ത് ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് പുള്ളി ഏകദേശം കര വരുന്നത് വരെ പുള്ളി ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ പപ്പയും ഇത്തിരി തളർന്നു. അതിനുശേഷം പിന്നെ പപ്പയുടെ നോക്കി വന്നപ്പോഴത്തേക്കും പിന്നെ കര വന്നതിന് ശേഷം ഞങ്ങൾ ചോദിച്ച ആളെവിടെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരാളെ കണ്ടില്ല. ഇപ്പൊ ഈ ഇദ്ദേഹം, അതായത് കാണാതായ അദ്ദേഹം സ്ഥിരമായി നിങ്ങളുടെ ഒപ്പം തന്നെ? ഇപ്പൊ ഒരു 3 മാസമായിട്ട് പുള്ളി എന്നോട് എൻ്റെ കൂടെ തന്നെ. ഓക്കെ, അദ്ദേഹത്തിന് പ്രായാധിക്യത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ? അങ്ങനെ ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ജോലികളെല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് മുൻപ് ഇത്തരത്തിൽ എന്തെങ്കിലും അപകട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? കാരണം നമുക്കറിയാം, മുതലപ്പുഴി അല്ലെങ്കിൽ പെരുമാതുറ ഈ സ്ഥലങ്ങളൊക്കെ അപകട ഭീഷണി ഇപ്പോൾ ഏറി വരുന്നതായിട്ടൊരു വാർത്തയുണ്ട്. അതുകൊണ്ട് ഇതിന് മുന്നേ ഞാനിപ്പോൾ പണിക്ക് പോയത് എൻ്റെ വെള്ളം ഒരു 3 ദിവസം മുന്നേ ഇതുപോലെ ഒരു തിരയിൽപ്പെട്ട് വെള്ളം പൊട്ടിപ്പോയി. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടാണ് ഇന്ന് പണിക്ക് ഇറക്കിയത്. എനിക്ക് പോകാൻ പറ്റിയില്ല. വെള്ളം വന്ന് തിരിച്ചുകൊണ്ടിരിക്കും. വല്ലാത്ത ദാരുണമായിട്ട് സംഭവം തന്നെയാണ് അല്ലേ? ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ മനസ്സിലാക്കി. അദ്ദേഹത്തിന് പറയുമ്പോൾ അങ്ങേറ്റം വിഷമമുണ്ട്. കാരണം ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ ഒരുപാട് പ്രതീക്ഷയോടെ, പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും ഒരുപാട് പ്രതീക്ഷയോടെ വള്ളവുമായി ഇറങ്ങുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടാകുന്ന ഒരിക്കലും പ്രതീക്ഷിതല്ല. വള്ളത്തിനുണ്ടായ ചില എഞ്ചിൻ്റെ തകരാറും അതോടൊപ്പം തന്നെ ശക്തമായ തിരമാലകൾ എത്തിയതുമാണ് ഇത്തരത്തിൽ ഒരു ജീവൻ എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, ദിസ് പാരസ്.